അല്ല, ഈ ചതിയും ഡീലുമൊക്കെ അറിയാവുന്നത് ഈ UDF സ്ഥാനാർത്ഥിക്ക് LDF സ്ഥാനാർത്ഥിക്കുക. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡീല് മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിട്ടും പ്രത്യേകിച്ച് ഞങ്ങൾ എതിർക്കുന്നവരുമായിട്ടും ആശയപരമായി എതിർക്കുന്നവരുമായിട്ടും അങ്ങനൊരു ബന്ധം ഞങ്ങൾക്കില്ല. ആ ബന്ധം അറിയാവുന്നവരാണ് പറയുന്നത്, അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ് പറയുന്നത് ഡീൽ ഉണ്ടെന്ന്. എന്തുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF കിട്ടിയ വോട്ട് എന്തുകൊണ്ട് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല? തോനെ നാളൊന്നും ആയില്ലല്ലോ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. UDF സ്ഥാനാർത്ഥിക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് എന്തുകൊണ്ട് നിയമസഭയ്ക്ക് കിട്ടിയില്ല? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആരാ ഡീൽ നടത്തിയെന്ന് വ്യക്തമല്ലേ? ഞങ്ങൾക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന വിജയം ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. പാർട്ടി പ്രവർത്തകർക്ക് നരേന്ദ്രമോദിയുടെ വികസന കാര്യങ്ങൾ ഇതൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണം കിട്ടിയ പാർട്ടിയാണ് UDF മുന്നണി. ആ ഗുണം എന്തുകൊണ്ട് ചാത്തന് കിട്ടിയില്ല? അങ്ങനെയാണെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ ഡീൽ നടന്നിട്ടുണ്ടാകും. അപ്പോൾ BJP എവിടെയെങ്കിലും ജയിക്കുകയാണെങ്കിൽ ആ ജനവിധി അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയാണ് ആദ്യം അവർക്കൊക്കെ വേണ്ടത്. ആ മാനസികാവസ്ഥയിലേക്ക് അവർ വന്നാൽ ഇവരുടെ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോഴവർക്ക് തിരുത്താൻ പറ്റും. അവർ തിരുത്തണമെന്ന് BJPക്ക് അഭിപ്രായമില്ല. പക്ഷേ അവർ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയണ 100-ലധികം സീറ്റ് കിട്ടി, എന്തുകൊണ്ട് ചാത്തന്നൂർ വിജയിച്ചില്ല? അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് 2ാം സ്ഥാനത്തെങ്കിലും വന്നില്ല? അപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ കൂട്ടുകെട്ട്? BJP വിജയിക്കാൻ പാടില്ല, അതിന് എവിടെ വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പരസ്പരം ധാരണയുണ്ടാക്കി. ആ ധാരണ പൊളിഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം ഉന്നയിക്കുന്നതിനപ്പുറം ജനവിധിയെ അംഗീകരിക്കാനുള്ള ഒരു നല്ല മാനസികാവസ്ഥയിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് വളരുമ്പോഴാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നീട് വിജയത്തിലേക്ക് പോകാൻ കഴിയും. അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും UDFനും കോൺഗ്രസ് നേതാക്കന്മാർക്കും കഴിയില്ല. അതിനാണ് ജനങ്ങളുടെ മേക്കിട്ട് കയറാൻ നിൽക്കുന്നത്. ജനം വോട്ട് ചെയ്ത ജനങ്ങളെല്ലാം മണ്ടന്മാരെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവരാദ്യം ജനങ്ങളെ അംഗീകരിക്കുക. അതാണ് അദ്ദേഹത്തോട് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോട് പറയാനുള്ളത്. UDF സ്ഥാനാർത്ഥി പറയുന്നത് LDFനുണ്ടായ വോട്ടിന്റെ ഏകദേശം 10,000 വോട്ടിന്റെ ഒരു കുറച്ചുണ്ടായിരുന്നു. അവിടെയാണ് ഈ UDFന് ഒരു 1000-അടുത്തുള്ള 1096 വോട്ട് കൂടുകയും ചെയ്യും. ഏറ്റവും നഷ്ടം ഉണ്ടായിരിക്കുന്നത് LDFനാണ്. ആ ഒരു ഇത് വെച്ചിട്ടാണ് അത് സംസ്ഥാനത്തെമ്പാടും അങ്ങനെയല്ലേ? ചാത്തന്നൂർ മാത്രമുള്ള പ്രതിഭാസമല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വോട്ട് പറഞ്ഞില്ലേ? ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ വളരെ വലിയ വിജയം ഉണ്ടാകുന്ന വലിയ ജനകീയ അടിത്തറയുള്ള അവിടെ എന്തുകൊണ്ട് LDFന് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു? സംസ്ഥാന മന്ത്രിസഭയിലെ ബഹുഭൂരിപക്ഷം മന്ത്രിമാരും എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അങ്ങനെയാണെങ്കിൽ ചവറ ഡീലുണ്ടായിട്ടാണ് ഷിബു ബേബി ജയിച്ചത്. കൊല്ലത്ത് ഏത് ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദു കൃഷ്ണ ജയിച്ചത്? അല്ലെങ്കിൽ കോവൂർ കുഞ്ഞുമോനൻ ജയിച്ചത് ഏതെങ്കിലും ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉല്ലാസ് കോവൂർ ഏതെങ്കിലും ഡീലിൻ്റെ അടിസ്ഥാനം അതാദ്യം വ്യക്തമാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊല്ലത്ത് ജയിച്ചതും ഇരവിപുരത്ത് ജയിച്ചതും ചവറയിൽ ജയിച്ചതും കുന്നത്തൂർ UDF ജയിച്ചതും പത്തനാപുരത്ത് UDF ജയിച്ചതും ചടയമംഗലത്ത് UDF ജയിച്ചതും ഏത് ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ LDFന് വോട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ജനം ഓരോ തെരഞ്ഞെടുപ്പിനെയും സമീപിക്കുന്നത്, ഓരോ നിയമസഭാ മണ്ഡലത്തിലും സമീപിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അവർക്ക് സ്വീകാര്യരായ ആൾക്കാരെ അവർ ഉൾക്കൊള്ളുന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ BJP ജയിക്കുമ്പോൾ ഡീലാണെന്ന് പറയുക, ഈ പറയുന്ന നിയമസഭാ മണ്ഡലത്തിലൊക്കെ വോട്ട് കൂടുകയും LDFന് വോട്ട് കുറയുകയും ചെയ്യുമ്പോൾ അത് ജനവിധിയാണെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ LDFന് എത്ര വോട്ട് കുറഞ്ഞു? ഏത് ഡീൽ? അങ്ങനെയാണെങ്കിൽ CPM കോൺഗ്രസിന് വോട്ട് ചെയ്ത് കൊടുത്തോ കൊല്ലത്ത്? ഞങ്ങൾക്ക് എന്തായാലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് കൂടിയിട്ടുണ്ട്, ഇരുവിരുത്തും വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വോട്ടിംഗ് ഷെയറിൽ ഒരു കുറവുണ്ടായിട്ടുള്ള കൂടുന്നു. അതങ്ങനെയാണ്. 2 പേരിൽ നിന്ന് തുടങ്ങി തുടർച്ചയായിട്ട് ഈ രാജ്യം ഭരിക്കുന്നു. ഇപ്പോൾ ബംഗാളും അടക്കം സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. തമിഴ്നാട്ടിൽ മറ്റൊരു ജനവിധി നമ്മൾ കണ്ടു. ഈ ജനവിധിയെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനം.